ഗതാഗതം നിയന്ത്രിക്കാനായി നിയോഗിച്ച ഹോം ഗാർഡുകളെ മറ്റ് ജോലികൾക്കായി പറഞ്ഞയച്ചത് കാരണം കാഞ്ഞാണി സെന്ററിൽ ഗതാഗതക്കുരുക്ക് പതിവായി. യാത്രക്കാരും രോഗികളുമായി വരുന്ന ആംബുലൻസുകളും കുരുക്കിൽപ്പെടുന്നത് കണ്ടില്ലെന്ന മട്ടിലാണ് അന്തിക്കാട് പോലീസ് എന്ന ആക്ഷേപം. ജനത്തിരക്കേറിയ കാഞ്ഞാണി സെന്ററിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന 2 ഹോം ഗാർഡുമാരെ അന്തിക്കാട് പോലീസ് മറ്റ് ജോലികൾക്കായി മാറ്റി നിയോഗിച്ചതാണ് പ്രശ്നം ഗുരുതരമാകാൻ കാരണം. സ്റ്റേഷന് പുറത്തുള്ള ജോലി നോക്കേണ്ടവരാണ് ഹോം ഗാർഡുകൾ. പ്രധാനമായും ട്രാഫിക് നിയന്ത്രണമാണ് ഇവരുടെ ജോലി. എന്നാൽ പെരിങ്ങോട്ടുകരയിലുള്ള ഒരു തറവാട്ട് ക്ഷേത്രത്തിന്റെ ഉടമയുടെ സുരക്ഷയ്ക്കായി ഹൈക്കോടതി ഉത്തരവ് വന്നപ്പോൾ കാഞ്ഞാണിയിൽ നിന്നിരുന്ന 2 ഹോം ഗാർഡുമാരെയും അവിടേക്ക് മാറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പകരം സംവിധാനമൊരുക്കാൻ പോലീസിനായില്ല. അന്തിക്കാട്, വാടാനപ്പള്ളി, ഗുരുവായൂർ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്നതും വരുന്നതുമായ വാഹനങ്ങൾ എത്തുന്ന സ്ഥലമാണ് കാഞ്ഞാണി 4 കൂടിയ സെന്റർ. തിരക്കുള്ള സമയങ്ങളിൽ ഹോംഗാർഡിനെ കൂടാതെ 2-3 പോലീസുകാർ കൂടി വേണമെന്നിരിക്കെയാണ് ഇവിടെ ചുമതലയിലുണ്ടായിരുന്ന 2 ഹോംഗാർഡുകളെ പോലീസ് മറ്റാവശ്യങ്ങൾക്ക് നിയോഗിച്ചത്. കാഞ്ഞാണി ജംഗ്ഷനിൽ കഴിഞ്ഞ 3 മാസമായി ഹോംഗാർഡില്ല. ദൈനംദിനമായി വാഹനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ബ്ലോക്കാണ് സംഭവിക്കുന്നത്. തൃശൂർ DIGക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് പോലീസിന്റെ ഇടപെടലിൽ ആവശ്യമുള്ള പോലീസിനെയോ ഹോംഗാർഡിനോ കാഞ്ഞാണി സെന്ററിൽ വിന്യസിച്ച് ഈ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെ കാഞ്ഞാണിയിലെത്തിയാൽ മുന്നോട്ടു പോകാനാകാതെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ്. കാഞ്ഞാണി സെന്ററിൽ സ്വകാര്യ ബസ്സുകളിലെ കണ്ടക്ടർമാർ ഇറങ്ങിയാണ് പലപ്പോഴും വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ പോലീസുകാരെ തിരക്കുള്ള സമയത്ത് വിന്യസിച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ.